ഹലോ എവരിവൺ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്ത് ഒളിമ്പ്യാഡിൻ്റെ അഥവാ USMOൻ്റെ കുറച്ച് കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ക്ലാസ് 8ൻ്റെ കെമിസ്ട്രി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണിത്. ആൻഡ് നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് USMOക്ക് വരാൻ പോകുന്ന ആ ഒരു കെമിസ്ട്രീൻ്റെ കുറച്ച് മാതൃകാ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതേ ടൈപ്പിലായിരിക്കും അല്ലെങ്കിൽ ഇതേ ഒരു ലെവലിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക, നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇവിടെ വളരെ കുറച്ച് ഒരു പൂൾ ഓഫ് ക്വസ്റ്റ്യൻസേ ഉള്ളൂ ഇതൊക്കെ വരിക എന്നുള്ളത്. ആൻഡ് ഇനി നിങ്ങൾ മലയാളം മീഡിയം കുട്ടികളാണെങ്കിൽ ഇവിടെ നമ്മൾ ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ് ഇവിടെ ഇട്ടിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോൾ അവിടെ പ്രോപ്പറായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആൻഡ് നമ്മളിവിടെ ഓക്കെ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും മലയാളത്തിലും കൂടെ അതിൻ്റെ എക്സ്പ്ലനേഷൻ തരും. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മലയാളത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറില്ല. സോ എനിവേ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് അടക്കാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ അമംഗ് ദ ഫോളോയിങ് ഡു നോട്ട് ഷോ സബ്ലിമേഷൻ എന്നാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്താണ് സബ്ലിമേഷൻ എന്നൊക്കെ അല്ലേ. അതായത് നമ്മളെ സോളിഡ് ലിക്വിഡ് ആവും, ലിക്വിഡ് ഗ്യാസ് ആവും, ആൻഡ് സോളിഡ് ഡയറക്ട്ലി ഗ്യാസ് ആവും. ഈ പ്രോസസ്സുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ സോളിഡ് ലിക്വിഡ് ആകുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? അതിന് നമ്മൾ മെൽറ്റിംഗ് എന്ന് വിളിക്കും അല്ലേ. ആക്ച്വലി എന്ത് ചെയ്യുക? ഉരുക. സോ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. ആൻഡ് ഇനി ലിക്വിഡ് ഗ്യാസ് ആവുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വാപ്പറൈസേഷൻ എന്ന് വിളിക്കുക അല്ലേ, വാപ്പറൈസേഷൻ. ആൻഡ് ഇനി അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ സോളിഡിനെ ഡയറക്ട്ലി ഗ്യാസ് ആക്കണതിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? സബ്ലിമേഷൻ. അതായത് സോളിഡിനെ ഡയറക്റ്റ്ലി ഗ്യാസ് ആക്കുന്നതിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് വിളിക്കുക. ആൻഡ് ദിസ് ഈസ് ദ പ്രോസസ് കോൾഡ് സബ്ലിമേഷൻ. അപ്പോൾ ഇവിടെ ഇവനും സോളിഡാണ്, ഇവർക്കൊക്കെ സബ്ലിമേഷൻ പോസിബിൾ ആണ്. പക്ഷേ CCl4 ലിക്വിഡാണ്. കണ്ടോ, സ്റ്റേറ്റ് വെച്ചിട്ട് ലിക്വിഡ്. ഈ ലിക്വിഡിനെ എങ്ങനെ ഞാൻ സബ്ലൈം ചെയ്യും? പറ്റൂലല്ലോ. ലിക്വിഡിനെ ഗ്യാസ് ആക്കുന്നതിന് നമ്മൾ സബ്ലിമേഷൻ എന്നല്ല, നമ്മൾ വാപ്പറൈസേഷൻ എന്ന് വിളിക്കാം അല്ലേ. അപ്പോൾ അതിന് നമ്മൾ വാപ്പറൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഡയറക്റ്റ്ലി സബ്ലിമേഷൻ പറയാൻ പറ്റൂല. സോ ഇവനാണ് ഓഡ് വൺ ഔട്ട്. അപ്പോൾ C ഒരിക്കലും നമ്മളുടെ ആൻസർ ആയിട്ട് എന്ത് ചെയ്യില്ല, വരൂല. ദെൻ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. അമംഗ് ദ ഫോളോയിങ് ദ സബ്സ്റ്റൻസ് വിച്ച് ഡസ് നോട്ട് ഹാവ് ഫിക്സഡ് സെറ്റ് ഓഫ് പ്രോപ്പർട്ടി. അതായത് ഈ തന്നിട്ടുള്ളതിൽ ഒരു ഫിക്സഡ് സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസിൽ ഇല്ലാത്തതായിരുന്നു. അതായത് ഓഡ് വൺ ഔട്ട്. ഇതിൽ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനാണ്. നമുക്ക് നോക്കാം ഇവിടെ ആരൊക്കെയാണ്. സോഡിയം ക്ലോറൈഡ്, അതായത് NaCl, SO, പിന്നെ വാട്ടർ, അതായത് H2O, പിന്നെ അയേൺ ഉണ്ട്, പിന്നെ ലെമണൈഡ് ഉണ്ട്. ലെമണൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് വളരെ സിമ്പിളായിട്ട് H2O പ്ലസ് ഷുഗർ ഉണ്ട് ലെമണൈഡിൽ. പിന്നെ ആരുണ്ട്? ഇപ്പോൾ NaCl ആണെങ്കിൽ NaCl, പിന്നെ നമ്മളെ ലെമൺ ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മൂന്നിന് നമുക്ക് പ്യുവർ സബ്സ്റ്റൻസ് വിളിച്ചുകൂടെ? പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ചില ആൾക്കാർ സാറേ H2O ടാപ്പ് വാട്ടർ ആണെങ്കിൽ നമ്മൾ അതിനെ സൊല്യൂഷൻ ആയിട്ട് എടുക്കേണ്ട, അല്ലെങ്കിൽ ഈ മിക്സർ ആയിട്ട് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് പ്യുവർ H2O ആണ്. ആൻഡ് പ്യുവർ H2O ഇസ് എ പ്യുവർ സബ്സ്റ്റൻസ്. അത് ഇവർ രണ്ടുപേരും കോമ്പൗണ്ടും ഇത് എലമെൻറ്റുമാണ്. ഇനി H2O ഷുഗറും ലെമണൈഡ്, അതായത് ലെമണൈഡ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ലെമണൈഡ് എന്ന് പറഞ്ഞാൽ അതൊരു മിക്സ്ചറാണ് ഗൈസ്, അതൊരു മിക്സ്ചറാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഈ പറയുന്ന 3 പ്യുവർ സബ്സ്റ്റൻസും ലെമണൈഡ് മാത്രം മിക്സ്ചറുമാണ്. സോ D ആയിരിക്കും നമ്മളുടെ കറക്റ്റ് ആൻസർ വരിക. D ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ. ദെൻ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് പോയിക്കൂടെ. അപ്പോൾ ഇത് നമ്മളെ പ്യുവർ സബ്സ്റ്റൻസിൻ്റെയും മിക്സ്ചറിൻ്റെയും ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്തത്, എക്സ്പാൻഷൻ ഓൺ ഹീറ്റിംഗ് ആൻഡ് കൺട്രാക്ഷൻ ഓൺ കൂളിംഗ് ഓഫ് എ മെറ്റൽ. അത് നിങ്ങൾക്കറിയാം, ഒരു മെറ്റലിനെ പിടിച്ച് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അത് ആക്ച്വലി ഇങ്ങനെ വികസിക്കും അല്ലേ. അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യും. ഇനി അതിനെ കൂൾ ചെയ്താലോ അതിങ്ങനെ എന്ത് ചെയ്യും? അതിങ്ങനെ കൺട്രാക്ട് ചെയ്യും. ഓക്കെ, അതിങ്ങനെ കൺട്രാക്ട് ചെയ്യും. അപ്പോൾ ടെക്നിക്കലി ഇത് ഏത് തരം ചേഞ്ച് ആണെന്നാണ് ചോദ്യം. ഇതൊരു കെമിക്കൽ ചേഞ്ച് ആണോ? കെമിക്കൽ ചേഞ്ച് ആവണമെങ്കിൽ ഇപ്പോൾ ഒരു മെറ്റൽ അയൺ വേറെ എന്തെങ്കിലും ആയിട്ട് മാറണം. ഇപ്പോൾ ഒരു അയൺ ഓക്സൈഡോ അയൺ ക്ലോറൈഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറണം. അങ്ങനെ മാറാത്തതുകൊണ്ട് തന്നെ, അതായത് ഇവിടെ ഒരു ആറ്റം ഒരു കോമ്പൗണ്ട് ആകുമ്പോഴോ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് വേറൊരു കോമ്പൗണ്ട് ആകുമ്പോഴൊക്കെയാണ് നമ്മൾ കെമിക്കൽ ചേഞ്ച് പറയാം. അപ്പോൾ അത് കെമിക്കൽ ചേഞ്ച് അല്ല, ദാറ്റ് ഇസ് റോങ്. ഫിസിക്കൽ ചേഞ്ച് ആണോ? ആണ്. കാരണം എന്താ? ഒരു മേ ബി ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ചേഞ്ച് നടക്കുന്നുണ്ട്. ആൻഡ് ആ ചേഞ്ച് എന്തല്ല, ഒരു പെർമനൻറ്റ് ചേഞ്ച് അല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ തിരിച്ച് കൊണ്ടുവരും ചെയ്യാം. അത് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം, കൺട്രാക്ട് ചെയ്യാം. ടെമ്പറേച്ചർ കൂടി എക്സ്പാൻഡ് ചെയ്യും, ടെമ്പറേച്ചർ കുറയുമ്പോൾ കൺട്രാക്ട് ചെയ്യും. ആൻഡ് അതൊരു ഫിസിക്കൽ ചേഞ്ച് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പറയുക അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. ഇനി ഒരു ഇറിവേഴ്സിബിൾ ചേഞ്ച് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു, അതിന് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം, എക്സ്പാൻഡ് ചെയ്യാം, കംപ്രസ് ചെയ്യാം. അത് ഇറിവേഴ്സിബിൾ അല്ല, അത് റിവേഴ്സിബിൾ ചേഞ്ച് ആണ്. അപ്പോൾ ഇതും പറ്റൂല. അപ്പോൾ ഏത് മാത്രമേ പറ്റുള്ളൂ? ഫിസിക്കൽ ചേഞ്ച് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതൊരു ഫിസിക്കൽ ചേഞ്ചിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പറയുക. ഓക്കെ അല്ലേ. ദെൻ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നടന്നൂടെ. ക്വസ്റ്റ്യൻ നമ്പർ
12 നോക്കിക്കോ. ഇൻ വിച്ച് pH റേഞ്ച് ഡസ് അവർ ബോഡി വർക്ക് ടു സർവൈവ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഒന്നുമില്ല, വളരെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബോഡി pH എത്രയാണ്, നമ്മുടെ ബോഡീൻ്റെ ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണെന്നും നമ്മുടെ ബോഡി ഏത് pHലാണ് വർക്ക് ചെയ്യുക, നമ്മുടെ ബോഡിയിലുള്ള ഈ പറയുന്ന ഈ എൻസൈമുകളും അതേപോലെ തന്നെ ഹോർമോൺസ് ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറും ഒപ്റ്റിമം pHും വേണം. ഈ pHൻ്റെ റേഞ്ച് നമ്മൾ പറയുക സ്ലൈറ്റ്ലി അസിഡിക്, അതായത് ബ്ലഡിൻ്റെ ഒക്കെ ബഫർ, ബ്ലഡ് ഒക്കെ നമ്മൾ പറയൽ ആ ഒരു pHലാണ്. ആൻഡ് ആ ഒരു pH 7 to 7.8, സ്ലൈറ്റ്ലി ഒരു എന്താ പറയുക ഒരു ബേസിക് pH ആണ് നമ്മൾ പറയാം. 7 to 7.8 ഇതല്ല, ഇത് അസിഡിക് റേഞ്ചിലേക്ക് വന്നത് ഭയങ്കര റേഞ്ചാണ്, ഇതൊന്നുമല്ല. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. 7 to 7.8 റേഞ്ചിലാണ് നമ്മളുടെ ബോഡീൻ്റെ pH പറയുക. ടെമ്പറേച്ചർ ആണെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസും. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ നമ്മളെ ആസിഡ് ബേസ് pH ഇൻഡിക്കേറ്റർ ഒക്കെ പറയുന്ന അവിടെ നമ്മളത് പറയുന്നൊരു ഏരിയയാണ് അല്ലേ. ദെൻ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. മീഥൈൽ ഓറഞ്ച്. യെസ്, മീഥൈൽ ഓറഞ്ച് ഒരു ഇൻഡിക്കേറ്റർ ആണ് നമ്മളുടെ ലിറ്റ്മസ് പേപ്പറൊക്കെ പോലെ അല്ലേ. മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലിനൊക്കെ. അപ്പോൾ നമുക്ക് മീഥൈൽ ഓറഞ്ച് ഈസ് ആഡഡ് ടു 2 അൺനോൺ സൊല്യൂഷൻ. ഫസ്റ്റത്തത് എക്സും രണ്ടാമത്തത് വൈയും. ദ കളർ ഓഫ് എക്സ് ടേൺസ് റെഡ് ആൻഡ് വൈ ടേൺസ് യെല്ലോ. വാട്ട് ക്യാൻ യു ഇൻഫർ അബൌട്ട് എക്സ് ആൻഡ് വൈ? അതായത് ഇവിടെ ഒരു മീഥൈൽ ഓറഞ്ചിനെ നിങ്ങൾ എക്സ് വൈ എന്ന് പറഞ്ഞാൽ 2 ഡിഫറെൻറ്റ് സൊല്യൂഷനിലേക്ക് ഇടുന്നു. എക്സിലേക്ക് ഇടുമ്പോൾ കളർ റെഡും വൈക്ക് ഇടുമ്പോൾ യെല്ലോ ആണ്. അപ്പോൾ നമുക്ക് ഈ മീഥൈൽ ഓറഞ്ചിൻ്റെ കളർ ചേഞ്ച് ഒന്ന് പറയണം. നോക്ക്, മീഥൈൽ ഓറഞ്ച് അസിഡിക് മീഡിയത്തിൽ റെഡ് കളറും, നോക്ക് അസിഡിക് മീഡിയത്തിൽ റെഡ് കളറും ബേസിക് മീഡിയത്തിൽ ഓറഞ്ച് കളറും കാണിക്കുക. ബേസിക് ഓർ ആൽക്കലൈൻ മീഡിയത്തിൽ ഓറഞ്ച് കളറുമാണ് കാണിക്കുക. അപ്പോൾ സോറി, ഓറഞ്ച് അല്ല, സോറി കേട്ടോ, യെല്ലോ. ഓക്കെ, യെല്ലോ. അപ്പോൾ റെഡും യെല്ലോയും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ദ കളർ ഓഫ് എക്സ് ടേൺസ് ടു റെഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ എക്സ് എന്ന് പറഞ്ഞ റീജിയൻ. ദ കളർ ഓഫ് വൈ ടേൺസ് ടു യെല്ലോ എന്ന് പറഞ്ഞാൽ ഇതാണ് വൈ. ഓക്കെ അല്ലേ? അപ്പോൾ റെഡ് എക്സ് എന്ന് പറഞ്ഞാൽ അസിഡിക് റീജിയണും വൈ എന്ന് പറഞ്ഞാൽ ബേസിക് റീജിയനുമാണ് എ. അപ്പോൾ 13ൻ്റെ ആൻസർ ഏത് വരും? എ വരും. ഓക്കെ അല്ലേ? ദെൻ നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് കടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഈസ് യൂസ്ഡ് ഇൻ മാനുഫാക്ചർ ഓഫ് സോപ്പ് മാനുഫാക്ചറിങ്ങിൽ കാര്യമായിട്ട് യൂസ് ചെയ്യണത് നമ്മളുടെ NaOH അതേപോലെ തന്നെ KOH ഒക്കെയാണ്. അല്ലാണ്ട് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ആരാ? CaOH ടോയ്സ് അല്ലേ. ദെൻ ഇൻ ദ മാനുഫാക്ചർ ഓഫ് ബ്ലീച്ചിങ് പൗഡർ, ദാറ്റ് ഇസ് വെരി കറക്റ്റ്. ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യാം. അതായത് കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ ആരിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ക്ലോറിനെറ്റ് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ അത് CaOCl2 + H2 ആയിട്ട് മാറും. ഇതാണ് നമ്മളുടെ ബ്ലീച്ചിങ് പൗഡർ. അപ്പോൾ ബ്ലീച്ചിങ് പൗഡർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണത് ഇവനെയാണ്. ദാറ്റ് ഈസ് വെരി കറക്റ്റ്. ദെൻ ഇൻ ക്ലീനിങ് ഓഫ് വിൻഡോ പെയിൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ NH4OH അമോണിയം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ അസിഡിറ്റി റിമൂവലിന് വേണ്ടിയിട്ട് റിമൂവ് അസിഡിറ്റി ഫ്രം സ്റ്റൊമക്ക്. അപ്പോൾ സ്റ്റൊമക്കിലെ അൻറ്റാസിഡ് സൈറ്റ്, അതായത് അസിഡിറ്റി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, അതായത് മിൽക്ക് ഓഫ് മഗ്നീഷ്യ, പിന്നെ നമ്മളെ NaHCO3 ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലാണ്ട് ഇത് പറ്റൂല, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യൂല. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും അതിൻ്റെ ഒരു കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ദെൻ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് ടു നോട്ട് ദ ടെമ്പറേച്ചർ ഓഫ് ഐസ് ആസ് ഹീറ്റ് ഈസ് സപ്ലൈഡ് ടു ഇറ്റ് ടിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു വാട്ടർ. അതായത് കൊണ്ട് നോക്ക്, ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഈ എക്സ്പെരിമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇനീഷ്യലി ഐസാണ്, ഇവിടെ ഐസും വാട്ടറും ഉണ്ട്, ഇവിടെ വാട്ടർ മാത്രമേ ഉള്ളൂ. നോക്കിട്ടോ, ഇനി ഈ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ കണ്ടിന്യൂസ്ലി ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു ടിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു വാട്ടർ. ദ ടെമ്പറേച്ചർ ആസ് നോട്ടഡ് ബൈ എ സ്റ്റുഡൻറ്റ് അറ്റ് ദ ഇൻസ്റ്റൻറ്റ് വെൻ കംപ്ലീറ്റ് ഐസ് ജസ്റ്റ് മെൽറ്റഡ് വിൽ ബി എന്നാണ്. അതായത് നിങ്ങൾ അവിടെയുള്ള മൊത്തം ഐസിന് മൊത്തം ഐസിന് ജസ്റ്റ് വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കൺവേർട്ട് ചെയ്ത ആ മൊമെൻറ്റിൽ ടെമ്പറേച്ചർ എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് നമുക്കറിയാം ഇവിടെ ഒരു ഐസ്, അതായത് H2O സോളിഡിനെ, ഐസിനെ നിങ്ങൾ എന്താക്കി മാറ്റുകയാണ്? H2O ലിക്വിഡ് അഥവാ വാട്ടറാക്കി മാറ്റുകയാണ്. ആൻഡ് ഈ ടെമ്പറേച്ചറാണ് 0 ഡിഗ്രി സെൽഷ്യസ്. H2O സോളിഡ് ഐസ് വാട്ടറായിട്ട് മാറാൻ തുടങ്ങുമ്പോഴും 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൻഡ് അത് മാറിക്കഴിയുമ്പോഴും 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൻ്റെ ശേഷമാണ്, ആൻഡ് അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ് അത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൻ്റെ ശേഷമാണ് അത് ഗ്രാജുവലി കൂടുക. അപ്പം നമ്മൾ ഓപ്ഷൻ എ പറയും. ആൻഡ് ബിയും സിയും ഡി ഒക്കെ എന്താണ്? അപ്പോൾ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, എ എടുക്കാം. ആൻഡ് ആഫ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ അതായത് ദ ഇൻസ്റ്റൻ്റ് അല്ല,
അത് ആഫ്റ്റർ ഈ പ്രോസസ്സ് ആണെങ്കിൽ ഓക്കെ 0 ഡിഗ്രി സെൽഷ്യസിന് അത് ഗ്രാജ്വലി എന്ത് ചെയ്യും 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഇങ്ങനെ കൂടി പോകുന്നു നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ക്ലാസ് 8 USM ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ആൻഡ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം, നിങ്ങൾക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. സോ രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് എന്താ പറയുക നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നിങ്ങൾക്ക് നല്ല എക്സ്പോഷർ കിട്ടുന്ന എക്സാമാണ് ഇങ്ങനത്തെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.